നമസ്കാരം. ഇന്നലെ യു.എസ് വിപണികളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ശനിയാഴ്ച മൂഡീസ് യു.എസ് എക്കോണമിയെ റേറ്റ് കട്ടിനെ തുടർന്ന് വിപണികളെല്ലാം അല്പം സെല്ലിംഗ് പ്രഷറിലായിരുന്നു. യു.എസ് ഫ്യൂച്ചേഴ്സ് മൈനസിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഡിസിഷന് ശേഷം അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴും മൈനസിലായിരുന്നു. പിന്നീട് ഇത് ഗ്രാജുവലായിട്ട് തിരിച്ചു കയറാണ്. യു.എസ് ട്രഷറി സെക്രട്ടറി അമേരിക്കൻ അമേരിക്കൻ സർക്കാർ ചെലവ് കുറയ്ക്കാനും അതുപോലെ സമ്പദ് വ്യവസ്ഥയെ ഉദ്ദീപിപ്പിക്കാനുമുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അദ്ദേഹം ഈ റേറ്റിംഗ് ഏജൻസിയുടെ ഈ അഭിപ്രായത്തെ തള്ളിക്കളയുകയും ചെയ്തത് വിപണിക്ക് ഒരു അല്പം ഉണർവായി എന്ന് വേണേൽ നമുക്ക് കരുതാം. അതേ തുടർന്ന് മാർക്കറ്റ് ഗ്രാജുവലായിട്ട് തിരിച്ച് കയറുകയാണ് ചെയ്തത്. അതുപോലെ ചൈനീസ് വിപണികളിലും ഒരു മിക്സഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരുന്നു ഇന്നലെ വന്നത്. പക്ഷേ മാർക്കറ്റ് അതിനെയെല്ലാം അവഗണിച്ച് ഈ റേറ്റിംഗ് ഭീഷണികളെ ഒക്കെ അവഗണിച്ചുകൊണ്ട് തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇനി ഏഷ്യൻ വിപണികളെല്ലാം ഇന്നലെ മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ചൈനീസ് മാർക്കറ്റിന്റെ ഡേറ്റയും അതിന് ഒരു കാരണമാണ്. ഇന്നിപ്പോ ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവിലാണ്. ഏഷ്യൻ വിപണികളും യു.എസ് വിപണികളും എല്ലാം പോസിറ്റീവിലാണ് ഇന്ന് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കായ ജെ.പി. മോർഗന്റെ മേധാവി ജെയ്മി ഡെവിസൺ വിപണിയുടെ ഈ കയറ്റത്തിൽ ഒരു പൊരുത്തമില്ലായ്മ ഉണ്ടെന്ന് സൂചിപ്പിച്ചു. രാജ്യത്തിന്റെ കമ്മി അതുപോലെ താരിഫ് മൂലമുള്ള വിലക്കയറ്റം, രാജ്യാന്തര സംഘർഷങ്ങൾ ഇതൊന്നും വിലയിരുത്താതെയാണ് മാർക്കറ്റ് കയറുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ S&P 500ന്റെ ലാഭവർദ്ധനവ് ഏകദേശം 6 മാസത്തിന് ശേഷം പൂജ്യത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സെന്റിമെന്റ്സിനെ എല്ലാം മാർക്കറ്റ് പൊതുവെ അവഗണിക്കുന്നതായിട്ടാണ് കാണുന്നത്. മാർക്കറ്റ് വീണ്ടും പോസിറ്റീവായിട്ട് ഇന്നലെ ക്ലോസിംഗ് അവസാനിപ്പിച്ചു. നമ്മുടെ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് തുടർച്ചയായി രണ്ടാം ദിവസവും മൈനസിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി, PSU ബാങ്ക്, ഫാർമ ഒക്കെ നേട്ടം രേഖപ്പെടുത്തി. IT ഓഹരികൾ, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഇപ്പോൾ ചൈനയുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള ഡിസിഷൻ വന്നിട്ടുണ്ട്. ഏതാണ്ട് 10 ബേസിസ് പോയിന്റ് അവർ കുറച്ചിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള നടപടികളും അവരെടുക്കുമെന്നുള്ള കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു. ഇതേ തുടർന്ന് ഏഷ്യൻ വിപണികളെല്ലാം ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് ഹിൻഡാൽകോ, സൈഡസ് വെൽനസ്, ആസ്റ്റർ ഹെൽത്ത് കെയർ, ഡിക്സൺ ടെക്നോളജീസ്, EIH ഹോട്ടൽ, ഫോർട്ടീസ് ഹെൽത്ത് കെയർ, ഗ്ലാഡ് ഫാർമ, JK ടയർ ഇൻഡസ്ട്രീസ്, രശ്മി ഓർഗാനിക്സ്, മാക്സ് ഹെൽത്ത് കെയർ, NHPC എന്നിവയുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. മറ്റു ഡേറ്റകളൊന്നും ഇന്ന് മാർക്കറ്റിനെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ള ഡേറ്റകളില്ല. മാർക്കറ്റുകളെല്ലാം ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കൂടുതൽ കോൾ ഓപ്ഷൻ ആഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. FISും DISും റീറ്റെയിലേഴ്സും അവരുടെ പൊതുവെയുള്ള പൊസിഷനെല്ലാം കുറച്ചതായിട്ടാണ് കാണുന്നത്. എന്നാൽ കോൾ ഓപ്ഷൻ കൂടുതൽ ആഡ് ചെയ്തിട്ടുമുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏതാണ്ട് ന്യൂട്രൽ സ്റ്റാൻസിലും റീറ്റെയിൽ ട്രേഡേഴ്സ് ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഫ്യൂച്ചേഴ്സിൽ FIS 58% ഷോർട്ടിലാണ്. പ്രോ ട്രേഡേഴ്സ് 63% ഷോർട്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സ് 52% ലോങ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇതുകൂടാതെ ഇന്ത്യയിലെ ഫോറക്സ് റിസർവും അതുപോലെ ഗോൾഡ് റിസർവും വർദ്ധിക്കുന്നതായിട്ടാണ് RBIയുടെ ഡേറ്റയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് AIFൽ ബാങ്കുകൾക്കും NBFCകൾക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതിന്റെ റൂൾസ് ഒന്ന് ലഘൂകരിച്ചിട്ടുണ്ട്. ഇത് അവർക്ക് ഇത്തരം മാർഗ്ഗങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പൊതുവെ ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യാൻ സാധ്യത. നമസ്കാരം. ഇന്നലെ യു.എസ് വിപണികളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ശനിയാഴ്ച മൂഡീസ് യു.എസ് എക്കോണമിയെ റേറ്റ് കട്ടിനെ തുടർന്ന് വിപണികളെല്ലാം അല്പം സെല്ലിംഗ് പ്രഷറിലായിരുന്നു. യു.എസ് ഫ്യൂച്ചേഴ്സ് മൈനസിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഡിസിഷന് ശേഷം അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴും മൈനസിലായിരുന്നു. പിന്നീട് ഇത് ഗ്രാജുവലായിട്ട് തിരിച്ചു കയറാണ്. യു.എസ് ട്രഷറി സെക്രട്ടറി അമേരിക്കൻ സർക്കാർ ചെലവ് കുറയ്ക്കാനും അതുപോലെ സമ്പദ് വ്യവസ്ഥയെ ഉദ്ദീപിപ്പിക്കാനുമുള്ള നടപടികളിലേക്ക് കടക്കുന്നു. അദ്ദേഹം ഈ റേറ്റിംഗ് ഏജൻസിയുടെ ഈ അഭിപ്രായത്തെ തള്ളിക്കളയുകയും ചെയ്തത് വിപണിക്ക് ഒരു അല്പം ഉണർവായി എന്ന് വേണേൽ നമുക്ക് കരുതാം. അതേ തുടർന്ന് മാർക്കറ്റ് ഗ്രാജുവലായിട്ട് തിരിച്ച് കയറുകയാണ് ചെയ്തത്. അതുപോലെ ചൈനീസ് വിപണികളിലും ഒരു മിക്സഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരുന്നു ഇന്നലെ വന്നത്. പക്ഷേ മാർക്കറ്റ് അതിനെയെല്ലാം അവഗണിച്ച് ഈ റേറ്റിംഗ് ഭീഷണികളെ ഒക്കെ അവഗണിച്ചുകൊണ്ട് തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇനി ഏഷ്യൻ വിപണികളെല്ലാം ഇന്നലെ മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ചൈനീസ് മാർക്കറ്റിന്റെ ഡേറ്റയും അതിന് ഒരു കാരണമാണ്. ഇന്നിപ്പോ ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവിലാണ്. ഏഷ്യൻ വിപണികളും യു.എസ് വിപണികളും എല്ലാം പോസിറ്റീവിലാണ് ഇന്ന് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കായ ജെ.പി. മോർഗന്റെ മേധാവി ജെയ്മി ഡെവിസൺ വിപണിയുടെ ഈ കയറ്റത്തിൽ ഒരു പൊരുത്തമില്ലായ്മ ഉണ്ടെന്ന് സൂചിപ്പിച്ചു. രാജ്യത്തിന്റെ കമ്മി അതുപോലെ താരിഫ് മൂലമുള്ള വിലക്കയറ്റം, രാജ്യാന്തര സംഘർഷങ്ങൾ ഇതൊന്നും വിലയിരുത്താതെയാണ് മാർക്കറ്റ് കയറുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ S&P 500ന്റെ ലാഭവർദ്ധനവ് ഏകദേശം 6 മാസത്തിന് ശേഷം പൂജ്യത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സെന്റിമെന്റ്സിനെ എല്ലാം മാർക്കറ്റ് പൊതുവെ അവഗണിക്കുന്നതായിട്ടാണ് കാണുന്നത്. മാർക്കറ്റ് വീണ്ടും പോസിറ്റീവായിട്ട് ഇന്നലെ ക്ലോസിംഗ് അവസാനിപ്പിച്ചു. നമ്മുടെ ഇവിടെ ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് തുടർച്ചയായി രണ്ടാം ദിവസവും മൈനസിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി, PSU ബാങ്ക്, ഫാർമ ഒക്കെ നേട്ടം രേഖപ്പെടുത്തി. IT ഓഹരികൾ, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ് ഒക്കെ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഇപ്പോൾ ചൈനയുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള ഡിസിഷൻ വന്നിട്ടുണ്ട്. ഏതാണ്ട് 10 ബേസിസ് പോയിന്റ് അവർ കുറച്ചിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള നടപടികളും അവരെടുക്കുമെന്നുള്ള കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു. ഇതേ തുടർന്ന് ഏഷ്യൻ വിപണികളെല്ലാം ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ട്
വന്നിട്ട് ഹിൻഡാൽകോ, സൈഡസ് വെൽനസ്, ആസ്റ്റർ ഹെൽത്ത് കെയർ, ഡിക്സൺ ടെക്നോളജീസ്, EIH ഹോട്ടൽ, ഫോർട്ടീസ് ഹെൽത്ത് കെയർ, ഗ്ലാഡ് ഫാർമ, JK ടയർ ഇൻഡസ്ട്രീസ്, രശ്മി ഓർഗാനിക്സ്, മാക്സ് ഹെൽത്ത് കെയർ, NHPC എന്നിവയുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. മറ്റു ഡേറ്റകളൊന്നും ഇന്ന് മാർക്കറ്റിനെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ള ഡേറ്റകളില്ല. മാർക്കറ്റുകളെല്ലാം ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കൂടുതൽ കോൾ ഓപ്ഷൻ ആഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. FISും DISും റീറ്റെയിലേഴ്സും അവരുടെ പൊതുവെയുള്ള പൊസിഷനുകളെല്ലാം കുറച്ചതായിട്ടാണ് കാണുന്നത്. എന്നാൽ കോൾ ഓപ്ഷൻ കൂടുതൽ ആഡ് ചെയ്തിട്ടുമുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏതാണ്ട് ന്യൂട്രൽ സ്റ്റാൻസിലും റീറ്റെയിൽ ട്രേഡേഴ്സ് ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ഫ്യൂച്ചേഴ്സിൽ FIS 58% ഷോർട്ടിലാണ്, പ്രോ ട്രേഡേഴ്സ് 63% ഷോർട്ട് പൊസിഷനിലാണ് നിൽക്കുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സ് 52% ലോങ് പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇതുകൂടാതെ ഇന്ത്യയിലെ ഫോറക്സ് റിസർവും അതുപോലെ ഗോൾഡ് റിസർവും വർദ്ധിക്കുന്നതായിട്ടാണ് RBIയുടെ ഡേറ്റയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് AIFൽ ബാങ്കുകൾക്കും NBFCകൾക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതിന്റെ റൂൾസ് ഒന്ന് ലഘൂകരിച്ചിട്ടുണ്ട്. ഇത് അവർക്ക് ഇത്തരം മാർഗ്ഗങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പൊതുവെ ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യാൻ സാധ്യത.